ഒരു 250 പച്ചമീൻ കിട്ടി. ഹായ് ഗോൾഡൻ ടേസ്റ്റി. ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇച്ചിരി പച്ചമീൻ, അതായത് പച്ച സ്രാവ് മീൻ കിട്ടി, അതൊന്ന് കറി വെക്കാൻ പോവുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3-4 കൊത്ത, എനിക്ക് 250 ഗ്രാം മീനേ ഞാൻ കറി വെക്കുന്നുള്ളൂ. 1 കിലോ മേടിച്ചു, പക്ഷേ ഞാൻ അത്രയും കറി വെക്കുന്നുള്ളൂ. പിന്നെ അതിന് ഞാനെടുത്തിരിക്കുന്ന ഒരു 3-4 പീസ് തേങ്ങ എടുത്തിട്ട് കൊത്തി അരിഞ്ഞ് അതും അടുപ്പത്ത് വെച്ച് ഉപ്പും പുളിയും ചേർത്ത് ഞാനിത് അടുപ്പത്ത് വെച്ചതാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഒരു 4 പീസ് ചുവന്നുള്ളി, ഒരു 4 പീസ് വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, പച്ച ഇഞ്ചി, ഇത് 3ഉം കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയതാണ്. നല്ലോണം പേസ്റ്റ് ആക്കിയില്ല, ഒന്ന് ചതച്ച് വാരിയെടുത്തതാണ്. ഒരേപോലെ കറി വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കുറവാണ്. അപ്പോൾ ഞാനത് ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയേ അതിനാവശ്യമുള്ളൂ. ഓക്കെ, അതിനാവശ്യമായ വെള്ളവും ഞാനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണയ്ക്കകത്തല്ല പരിപാടി, എണ്ണ ലാസ്റ്റ് താളിക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെയൊന്ന് ഒഴിച്ചു വെക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് പച്ച ചൊവ മാറിയിട്ട് വേണം അതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാൻ. ഇനി ആവശ്യമായ ഉപ്പ്, ഇങ്ങനെയുള്ളതിനൊക്കെ ഞാൻ ഉപ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതവിടെ നല്ലതുപോലെ വേകട്ടെ. ചാറ് നല്ലതുപോലെ കുറുകി ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ മീൻ കഷ്ണം ഒന്ന് പെറുക്കിയിടട്ടെ. ഇപ്പോഴത്തെ മീനാണ്, കൂട്ടാൻ തന്നെ അത്ര രുചിയൊന്നും കാണത്തില്ല. ആ മീനാണ് നമ്മളിപ്പോൾ കറി വെക്കുന്നതിനകത്ത് നന്നായിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ച് ഒരു 10-20 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. അതിനകത്തോട്ട് ഈ പച്ചമീൻ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇനി ഇത് നല്ലതുപോലെ പച്ചമീൻ വേകട്ടെ. ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടിയൊക്കെ ചേർക്കാനുണ്ട്. നല്ലതുപോലെ വറ്റി ചേർന്നപ്പോൾ ഞാൻ അരമുറി തേങ്ങയുടെ പാല് അതിനകത്തോട്ട് ഞാനങ്ങോട്ട് ഒഴിച്ചു. അത് പതുക്കെ തിളയ്ക്കുമ്പോൾ വേണം നമുക്ക് അതിനകത്തോട്ട് താളിച്ചൊഴിക്കും. നല്ലപോലെ തിളച്ചപ്പോൾ ഞാനത് കറി അങ്ങോട്ട് വാങ്ങി വെച്ചു. കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് വെള്ളം പറ്റി. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു. ഇച്ചിരിയും കറിയേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി എണ്ണ മതി. ഒരു 5-6 ഉലുവായിട്ടു. ഒത്തിരി ഇടണ്ട, കാരണം നമുക്ക് എത്ര കണ്ട് സാധനം ഉണ്ടോ അത്ര കണ്ട് മാത്രമേ ഉലുവായി ഇതും കൂടെ ഒന്നിച്ച് പൊട്ടിക്കോളും, കുഴപ്പമില്ല. ഒരു കറിയിട്ട് കറിവേപ്പില കൂടെ അതിൽ കൂടെ പൊട്ടിക്കഴിഞ്ഞു. ഞാൻ അരിച്ചിട്ട് കറി തൊട്ട് കൂട്ടിയവർക്ക് വേണ്ട, അതുപോലെ കുറുകി ഇരുന്നാൽ ഇങ്ങനെ വേണം മീൻ കറി ഇരിക്കാൻ. കുറുകി ഇരുന്നാൽ മതി. അത് ഇച്ചിരി ചുവപ്പ് നിറമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൂടെ പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ മൂത്തു ഇതൊന്ന് ഒഴിക്കട്ടെ. ഇതാണ് നമ്മുടെ പച്ച സ്രാവ് മീൻ കറി. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഇനി അത് മൂടി വെക്കും. ആവശ്യത്തിന് നമുക്ക് കഴിക്കാം.
ആവശ്യക്കാർ അല്ല പിന്നെ എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെന്നൊരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻസൊക്കെ ഇടുക. പിന്നെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെന്നും ഈ എണ്ണയെ വഴറ്റി നമ്മൾ കറി വെച്ച് നമ്മളത് കൂട്ടി നമ്മളൊരു മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒക്കെ ഒന്ന് വെച്ച് മുളക് പൊടിയൊക്കെ ഇച്ചിരിയൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ ഒന്നാക്കുക. ഓക്കെ, ബൈ.